ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അസൂസിൻ്റെ പുതിയ ഫോണായ Zenfone 6നെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ടാണ് Zenfone 6 എന്ന ഈ ഫോൺ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 855 ആണ്. അപ്പം സ്നാപ്ഡ്രാഗൺ 855 യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫോണാണ് Zenfone 6. സോ വിതൗട്ട് വേസ്റ്റിംഗ് സെക്കൻഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സുമായിട്ടാണ് Zenfone 6 എത്തിയിട്ടുള്ളത്. എങ്കിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറയാണ്. ഇതിൽ നൽകിയിട്ടുള്ളത് ഒരു ഫ്ലിപ്പ് ക്യാമറയാണ്. അതായത് നമ്മൾ പോപ്പപ്പ് ക്യാമറകളൊക്കെ ഒരുപാട് ബേസലെസ് ഫോണുകളിൽ കണ്ടു. എന്നാൽ Zenfone 6ൽ നൽകിയിട്ടുള്ളത് ഫ്ലിപ്പ് ക്യാമറയാണ്. അതായത് നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇതിലില്ല. അതായത് ഇതിൽ ബാക്ക് ക്യാമറ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാക്ക് ക്യാമറ പൊന്തി വന്ന് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. ഇതാണ് ഫ്ലിപ്പ് ക്യാമറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. Zenfone 6ൻ്റെ ക്യാമറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫ്ലിപ്പ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി സെൽഫീസ് നമുക്ക് ഈ ക്യാമറ വെച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ സെൽഫീസും നല്ല രീതിയിൽ നല്ലൊരു അടിപൊളി ഫോട്ടോസ് ഈ ഫ്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം ഇത് ഡുവൽ ക്യാമറ സെറ്റപ്പിലാണ് Zenfone 6ൻ്റെ ക്യാമറ എത്തിയിട്ടുള്ളത്. അപ്പം അതിൽ ആദ്യത്തെ ഒരു 48 MP f1.6 അപ്പർച്ചറിലുള്ള സോണി IMX 586 സെൻസറും രണ്ടാമത്തേത് ഒരു 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് നൽകിയിട്ടുള്ളത്. Zenfone 6ലെ ഫ്ലിപ്പ് ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ക്യാമറയ്ക്ക് മാത്രമുള്ള 1-2 ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് 3 ആംഗിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് മോഡുകൾ അവൈലബിൾ ആണ്. അപ്പം അതിലുള്ള ഒരു മോഡാണ് 3 ആംഗിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് 3 ആംഗിളുകളിൽ നമുക്ക് ഈ ഫോണിലെ ഫ്ലിപ്പ് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതായത് ഫ്ലിപ്പ് ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആ ആംഗിൾ മാറ്റി കൊടുത്താൽ പല ആംഗിളിൽ നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതുപോലെ പനോരമ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എല്ലാ ഫോണുകളിലും ഉണ്ട്. പക്ഷേ ഈ ഫോണിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്പ് ക്യാമറ ആയതുകൊണ്ട് നമ്മൾ പനോരമ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്താൽ മതി. എവിടെയാണോ ഫോണ് നമുക്ക് ഏത് പിക്ചറാണോ എടുക്കേണ്ടത് ആ പിക്ചറിലൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. പനോരമ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എടുത്തോളൂ. അതായത് ക്യാമറ താനെ ഇങ്ങനെ പൊന്തി വന്നോളൂ. അതുകൊണ്ട് തന്നെ പനോരമ മോഡിന് നമ്മൾ നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൂപ്പർ റെസൊല്യൂഷൻ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. ഇതിൽ 108 MP വരെയുള്ള ഫോട്ടോസ് നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. വീഡിയോ ക്വാളിറ്റി പരിശോധിച്ചാൽ 4K വീഡിയോസ് നമുക്ക് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കാൻ ഇതിൽ സാധിക്കും. അതുപോലെ തന്നെ 2 കളറുകളിലാണ് ഈ ഫോൺ എത്തിയിട്ടുള്ളത്, സിൽവർ അതുപോലെ ബ്ലാക്ക്. രണ്ടും നല്ലൊരു അടിപൊളി ഡിസൈനുള്ള ഫോൺ തന്നെയാണ് Zenfone 6 എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ബെസലെസ് ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ച് വലിപ്പമുള്ള IPS LCD ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 6 കൊണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് ഇതിലൊരു ഹെഡ്ഫോൺ ജാക്ക് സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. USB Type-C പോർട്ടാണ് വരുന്നതെങ്കിലും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പോഴുള്ള മിക്ക ഫോണുകളിലും ഹെഡ്ഫോൺ ജാക്ക് ഒഴിവാക്കിയിട്ടാണ് ഉണ്ടായാൽ. എങ്കിൽ Zenfone 6ൽ ഹെഡ്ഫോൺ ജാക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ ഇതിൽ നൽകിയിട്ടുണ്ട്. ആ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനോ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല. വെസലെസ് ഡിസ്പ്ലേ ഉള്ള ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയിട്ടൊരു ഫോണാണെങ്കിലും പക്ഷേ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുപോലെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സ്നാപ്ഡ്രാഗൺ 855 ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഫോണാണ് Zenfone 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 855 ആണ്. നിങ്ങൾക്കറിയാം OnePlus 7 Proയിൽ നമ്മൾ കണ്ട ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 855. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് തന്നെയാണ്. അതായത് ഫ്ലാഗ്ഷിപ്പാണ്. അപ്പം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 855. അപ്പം 8 GB
റാമും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 വേരിയൻറ്റുകളാണ് ഇതിനുള്ളത്. 6GB പ്ലസ് 64GB, അതുപോലെ 6GB പ്ലസ് 128GB, അതുപോലെ 8GB പ്ലസ് 256GB. ഈ 3 വേരിയൻറ്റുകളിലാണ് നമുക്ക് ഈ ഫോൺ വിപണിയിൽ എത്തിയിട്ടുള്ളത്. അപ്പം നല്ലൊരു പെർഫോമൻസ് യൂണിറ്റ് തന്നെയാണ് Zenfone 6-നുള്ളത്. അതുപോലെ ആൻഡ്രോയിഡ് 5-ലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 5000 mAh പവർഫുൾ ബാറ്ററി ഈ ഫോൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ 5000 mAh ബാറ്ററി ബാക്കപ്പുള്ള ഫോണുകൾ തന്നെ വിപണിയിൽ കുറവാണ്. അപ്പം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഈ Zenfone 6 നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ 18 വോൾട്ട് ക്വിക്ക് ചാർജറും ഈ ഫോണിൽ അവൈലബിൾ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് Zenfone 6-നെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. ഒരുപക്ഷെ OnePlus 7 Proയുടെ മാർക്കറ്റ് ഈ ഫോണിൻ്റെ കാരണത്താൽ കുറയാൻ സാധ്യതയുണ്ടോ അവിടെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. OnePlus 7 Proയുടെ സെയിലിൽ ഒരു ഇടിവ് വരുത്തുമോ എന്നുള്ളതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഈ വീഡിയോ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ പുതിയ ഒരുപാട് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.